നമസ്കാരം. എല്ലാം മാർക്കയുടെ ക്യാപ്റ്റൻ രജത് കുമാർ പറയുന്ന പൊള്ളത്തരങ്ങളുടെ വസ്തുത പരിശോധിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു. ഇതും അതിന്റെ തുടർച്ചയായുള്ള വീഡിയോ ആണ്. നേരത്തെ ചെയ്ത വീഡിയോയ്ക്ക് നിരവധി കമന്റുകൾ ഉണ്ടായിരുന്നു. ഭൂരിഭാഗവും രജത് കുമാറിന്റെ ആരാധകർ എന്നെ ചീത്ത പറയുന്നതും ശപിക്കുന്നതും ഒക്കെയായിരുന്നു. എന്തായാലും എന്നെ ശപിക്കുന്നവർക്കുള്ളത് മുരുകൻ തന്നെ കൊടുത്തോളും എന്നേ പറയാനുള്ളൂ. എന്നാൽ വീഡിയോയിൽ രജത് കുമാറിന്റെ പൊള്ളത്തരങ്ങൾ വ്യക്തമായി വിവരിച്ചതിനെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അതിലെ വ്യത്യസ്തമായ ഒരു കമന്റിനെ കുറിച്ച് ആദ്യം പറയാം. അതിനുശേഷം രജത് കുമാറിന്റെ പൊള്ളത്തരങ്ങളുടെ പുതിയ കഥയും. PR വർക്ക് നല്ലതുപോലെ LMRKക്ക് ഉണ്ട്. ഇവിടെ അയാളെ പിന്തുണച്ച് കമന്റ് ഇടുന്നവർക്കും അറിയാം യുക്തിയില്ല എന്ന്. ഒരുപക്ഷെ കാശ് കിട്ടുമായിരിക്കും. അയാളുടെ ഏത് വീഡിയോയുടെ താഴെയും നെഗറ്റീവ് ഇട്ടാൽ അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഒരു 10 പോസിറ്റീവ് കമന്റ് അവരുടെ ടീം തന്നെ ഇടും. ഇതാണ് നടന്നു വരുന്നത്. എന്താണെങ്കിലും ഇത്തരം കള്ളത്തരം എല്ലാവരും വിശ്വസിക്കില്ല. ഈ ഒരു കമന്റ് കണ്ടതോടെ രജത് കുമാറിന്റെ മറ്റു വീഡിയോകളുടെ കമന്റ് സെഷൻ ഒന്ന് നോക്കി. ശരിയാണ്, നെഗറ്റീവ് കമന്റ് ഒരെണ്ണം പോലുമില്ല. എല്ലാം ഇവരുടെ ആരാധകരുടെ ജൈവിളികൾ മാത്രം. എന്തായാലും ഞങ്ങൾ ഇത് തുടരുക തന്നെയാണ്. ചീത്തവിളികളെയും ശാപവചനങ്ങളെയും നേരിടാൻ മുരുകൻ ഞങ്ങൾക്ക് കരുത്തേകും. കഴിഞ്ഞ വീഡിയോ കുറച്ച് ദൈർഘ്യം കൂടിയതാണെന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ മുതൽ സ്പെസിഫിക്കായി രജത് കുമാർ പറഞ്ഞ കാര്യങ്ങളും അതിലെ പൊള്ളത്തരങ്ങളും നേരിട്ട് പറയുന്ന ചെറിയ വീഡിയോകളായാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇവ നൽകുന്നത്. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഏകദേശം ഒരു വർഷം മുൻപ് മംഗളം പ്ലസ് എന്ന ചാനലിൽ രജത് കുമാർ നൽകിയ അഭിമുഖത്തിലെ ചില കാര്യങ്ങളും അതിലെ കള്ളങ്ങളുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം രജത് പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. ഇവിടെ നമ്മള് ബാക്ക് ടു നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് വന്ന 2018 നമ്മള് ഒരു ഡ്യൂട്ടി ഭാഗം തരുന്നത് മയൂര സിംഹാസനം പ്രതിഷ്ഠിച്ച് അവിടെ ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടും മയൂര സിംഹാസനം? അതൊരു പ്രധാന ചോദ്യം. ഭഗവാന്റെ മുരുകയുഗം വരുമ്പോൾ ഭഗവാന്റെ സിംഹാസനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെ പ്രതിഷ്ഠിക്കണം? ഇംഗ്ലണ്ട് എന്താ വെച്ചാൽ 0 ടൈം സോൺ. നമ്മുടെ മോഡേൺ വേൾഡ് ഗ്രീനിജ് ടൈമിനെയാണ് 0 ടൈം സോൺ ആയിട്ട് കണക്കാക്കുന്നത്. ഗ്രീനിജ് ടൈമിൽ നിന്ന് 5.5 മണിക്കൂർ മുമ്പിലാണ് നമ്മുടെ ഇന്ത്യൻ ടൈം. അതിനുശേഷം ബാക്കിയുള്ള രാജ്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. അപ്പൊ 0 ടൈം സോൺ ആണ് ഇംഗ്ലണ്ടിലെ പ്രതിഷ്ഠ. ഇംഗ്ലണ്ടിലെ ഗ്രീനിജ് ടൈം സോൺ. അപ്പൊ നമ്മൾ എന്ത് ആരംഭിക്കുമ്പോൾ 0 ആരംഭിക്കണം. നമ്മൾ നടക്കുമ്പോൾ 0ന്റെ എനർജി എടുത്താൽ മുമ്പിലേക്ക് പോകാൻ പറ്റും. കാർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 0ന്റെ എനർജി എടുത്താൽ മുമ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0ന്റെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 0 ടൈം സോണില് മുരുകന്റെ വിഗ്രഹം മയൂര സിംഹാസനം പ്രതിഷ്ഠിച്ചാൽ അതിന്റെ എനർജി ലോകം മുഴുവൻ പരക്കും. കേട്ടല്ലോ, LMRKയുടെ ആദ്യത്തെ ദൈവിക ഡ്യൂട്ടിയാണ് ഇംഗ്ലണ്ടിൽ 0 ടൈം സോണിൽ മുരുകന്റെ മയൂര സിംഹാസനം പ്രതിഷ്ഠിക്കുക എന്നത്. ഗ്രീനിച്ച് ടൈം സോൺ 0 ടൈം സോൺ ആയതുകൊണ്ടാണ് ബ്രിട്ടൻ ലോകശക്തി ആയതെന്നും പുരാതന കാലത്ത് ഭാരതത്തിലെ ഉജ്ജയിനായിരുന്നു 0 ടൈം സോൺ എന്നും അക്കാലത്ത് ഭാരതം ലോകശക്തി ആയിരുന്നു എന്നുമാണ് രജത് കുമാർ പറയുന്നത്. അവിടെ മുരുകന്റെ മയൂര സിംഹാസനം വെച്ചാൽ മുരുകന്റെ എനർജി ലോകം മുഴുവൻ വ്യാപിക്കുമെന്നാണ് രജത് കുമാറിന് കിട്ടിയ ദർശനം. സംഭവം കൊള്ളാം, നല്ല ഐഡിയ ആണ്. സത്യത്തിൽ 0 ടൈം സോൺ ലണ്ടനിലെ ഗ്രീനിച്ചിലാണ് കൃത്യമായുള്ളത്. കാരണം ഗ്രീനിച്ചിലൂടെയാണ് 0 ഡിഗ്രി രേഖാംശ രേഖ നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയിലാണ് കൃത്യമായി 0 ടൈം സോൺ സ്ഥിതി ചെയ്യുന്നത്. ഇനി മുരുകന്റെ നിർദ്ദേശപ്രകാരം LMRKക്കാർ ചെയ്ത കാര്യം കൂടി ഒന്ന് നോക്കാം. ഇവിടെ നിന്നും ഒരു മയൂര സിംഹാസനമൊക്കെ ഉണ്ടാക്കി പളനിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിലേക്ക് പാഴ്സൽ ചെയ്തു. ഇവിടെ വരെ മുരുകന്റെ നിർദ്ദേശം അപ്പാടെ അനുസരിച്ചു. എന്നാൽ ഇനിയാണ് ട്വിസ്റ്റ്. ഇത് LMRKയുടെ വെബ്സൈറ്റിൽ ഒന്നാമത്തെ ഡ്യൂട്ടിയുടെ പേരിൽ കൊടുത്തിട്ടുള്ള വിശദാംശവും ചിത്രവുമാണ്. ഇത് പ്രകാരം ഇവിടെ നിന്ന് പൂജിച്ചു കൊണ്ടുപോയ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എവിടെയാണെന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. തന്തോൺട്രി ആഞ്ജനേയ ക്ഷേത്രത്തിൽ. സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, പകരം ഏത് പ്രദേശം ആണെന്ന് പറയുന്നുണ്ട്. വെയിൽസ്. എങ്ങനെയിരിക്കണം? ഭഗവാൻ മുരുകൻ സിംഹാസനം കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞത് 0 ടൈം സോൺ. പക്ഷേ രജത് കുമാർ കൊണ്ടുവച്ചത് 0 രേഖാംശം കടന്നു പോകാത്ത വെയിൽസിലെ ഏതോ സ്ഥലത്തെ ക്ഷേത്രത്തിൽ. ശരിക്കു പറഞ്ഞാൽ 0 രേഖാംശത്തിൽ നിന്നും ഏകദേശം 200 കിലോമീറ്ററോളം പടിഞ്ഞാറ് മാറിയാണ് വെയിൽസ് സ്ഥിതി ചെയ്യുന്നത് തന്നെ. അങ്ങനെ ആദ്യത്തെ ഡ്യൂട്ടി തന്നെ നല്ല ഒന്നാം തരം പറ്റിപ്പായി മാറി. ഇനി ഈ കാര്യം ചെയ്തുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളെ പറ്റി കൂടി രജത് കുമാർ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഋഷി സുനക് എന്ന ഹിന്ദു ആദ്യമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത് ഈ മയൂര സിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണെന്നാണ് രജത് തട്ടിവിടുന്നത്. 2018 സിംഹാസനം കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. എന്നാൽ സുനക് പ്രധാനമന്ത്രിയാകുന്നത് 2022.
4 വർഷം കഴിഞ്ഞു. ഇനി 0 ഡിഗ്രിയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞതിന് പകരം അകലെ കൊണ്ട് വെച്ചത് കൊണ്ടാണോ 4 വർഷത്തെ കാലതാമസം ഉണ്ടായതെന്ന ന്യായീകരണവും പറഞ്ഞു വരുമോ എന്തോ. എന്തായാലും മയൂര സിംഹാസനത്തിന്റെ ശക്തി കൊണ്ട് 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബ്രിട്ടനിൽ ഋഷി സുനക്കിന് 2 കൊല്ലം തികയും മുമ്പേ തന്നെ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ചിലപ്പോൾ അതും 0 ഡിഗ്രിയിൽ സിംഹാസനം വെക്കാൻ പറഞ്ഞിട്ട് വലയെടുത്തും കൊണ്ട് വെച്ചതിന്റെ ഫലമാണോ എന്നറിയില്ല. ഇനി അതിനേക്കാൾ വലിയൊരു കോമഡിയുണ്ട്. മയൂര സിംഹാസനം അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് കാരണം ഇന്ത്യ GDP-യിൽ ബ്രിട്ടനെ കടത്തിവെട്ടി 5ാം സ്ഥാനത്തേക്ക് എത്തിയെന്നും രജത് കുമാർ പറയുന്നു. അതായത് മയൂര സിംഹാസനം ഇരിക്കുന്ന രാജ്യമായ ബ്രിട്ടൻ സാമ്പത്തികമായി പിന്നോട്ട് പോയി. അതായത് സിംഹാസനം സത്യത്തിൽ ബ്രിട്ടന് ഒരു ജൂനിയർ മാൻഡ്രേക്കായി മാറി. രജത് കുമാറിന്റെ ഈ അഭിമുഖങ്ങൾ ഏതെങ്കിലും ബ്രിട്ടീഷ് അധികാരികൾ കണ്ടാൽ അവർ ഉടനെ തന്നെ ആ സിംഹാസനം തപ്പിപ്പിടിച്ച് തിരിച്ച് പാഴ്സലായി അയക്കാനും മതി. അത് ഇനിയും അവിടെ ഇരുന്നാൽ ആ രാജ്യത്തിനും രാജ്യക്കാർക്കും കഷ്ടകാലമാണെന്നല്ലേ കൊണ്ടുവച്ച രജിത് ജി തന്നെ പറയുന്നത്. നമ്മൾ ഇവിടെ ചിലരെ നശിപ്പിക്കാനായി അവരുടെ പറമ്പിലോ വീട്ടിലോ ഒക്കെ തകിടും മറ്റുമൊക്കെ കുഴിച്ച് കൂടോത്രം ചെയ്ത് കുഴിച്ചിടുന്ന പോലത്തെ ശക്തമായ ഒരു കൂടോത്രമാണോ രജിത് ജി ഇന്ത്യയുടെ ഭാവിക്കായി ബ്രിട്ടനിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഹരഹരോ ഹരഹര. അങ്ങനെ തന്നെ മുരുകൻ ഏൽപ്പിച്ച ആദ്യത്തെ ഡ്യൂട്ടി തന്നെ ഒരു വഴിക്കാക്കിയ രജിത് ജിയുടെ വെയിൽസ് കഥയിലെ തട്ടിപ്പാണ് ഇതുവരെ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമുക്ക് രജിത് ജിയുടെ മറ്റൊരു തട്ടിപ്പ് കഥ ഒന്ന് പൊളിച്ചെഴുതാം. അതിനു മുൻപ് ഇതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് ശാസ്ത്രീയമായ വശമാണ്. എങ്ങനെയാണ് ഗ്രീനിച്ച് 0 ടൈം സോൺ ആയതെന്നതിന്റെയും ഉജ്ജയിൻ എങ്ങനെയാണ് പണ്ട് കാലത്ത് 0 ടൈം സോൺ ആയിരുന്നു എന്ന് പറയുന്നതിന്റെയും യഥാർത്ഥ വസ്തുത. രജത് കുമാർ പറഞ്ഞ വളച്ചൊടിച്ച അർത്ഥസത്യങ്ങളല്ല യഥാർത്ഥ ചരിത്ര വസ്തുതകൾ. ആദ്യം എങ്ങനെയാണ് ഗ്രീനിച്ച് 0 ടൈം സോൺ ആയത് എന്ന് നോക്കാം. ഗ്രീനിച്ച് മെറിഡിയൻ ലോകത്തിന്റെ 0 രേഖാംശം അഥവാ ടൈം സോൺ റെഫറൻസ് ആയത് ചരിത്രപരമായ കാരണങ്ങളാലാണ്. 17ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ലോകത്തെ പ്രധാന കപ്പൽ ശക്തിയായി ഉയർന്നു വന്നു. അക്കാലത്ത് കപ്പൽ ഗതാഗതത്തിന് രേഖാംശം കണക്കാക്കൽ സുപ്രധാനമായിരുന്നു. അതിനുവേണ്ടി 1675 റോയൽ ഒബ്സർവേറ്ററി ഗ്രീനിച്ചിൽ സ്ഥാപിതമായി. ജോൺ ഹാരിസണിന്റെ ക്രോണോമീറ്ററും ഗ്രീനിച്ചിലെ നിരീക്ഷണങ്ങളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് നാവികർ രേഖാംശം കൃത്യമായി കണക്കാക്കി. തുടർന്ന് അവർ തയ്യാറാക്കിയ ഗ്രീനിച്ച് മീൻ ടൈം അടിസ്ഥാനമാക്കിയുള്ള ചാർട്ടുകളാണ് ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും ഉപയോഗിച്ചത്. 19ാം നൂറ്റാണ്ടിൽ റെയിൽവേ, ടെലിഗ്രാഫ് എന്നിവയുടെ വളർച്ചയോടെ ഏകീകൃത ടൈം സോണുകൾ ആവശ്യമായി. വിവിധ രാജ്യങ്ങൾ സ്വന്തം തലസ്ഥാനങ്ങളുടെ ഒരു പ്രൈം മെറിഡിയൻ നിശ്ചയിച്ചിരുന്നു. അത് പ്രകാരം ഫ്രാൻസ് പാരീസിനെ അടിസ്ഥാനമാക്കിയും ജർമ്മനി ബെർലിനെ അടിസ്ഥാനമാക്കിയും 0 രേഖാംശവും ടൈം സോണും തയ്യാറാക്കി ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ 1884 അമേരിക്കൻ പ്രസിഡന്റ് ചെസ്റ്റർ ആർതറിന്റെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ ഇന്റർനാഷണൽ മെറിഡിയൻ കോൺഫറൻസ് ചേർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 41 പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ച് പ്രൈം മെറിഡിയനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടക്കുകയും ഭൂരിപക്ഷം ഗ്രീനിച്ചിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1884 ഗ്രീനിച്ച് 0 ടൈം സോൺ ലോകം മുഴുവനായി അംഗീകരിക്കപ്പെട്ടത്. ബ്രിട്ടൻ പക്ഷെ അതിനും എത്രയോ മുൻപ് ലോകശക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ 0 ടൈം സോൺ ആയതുകൊണ്ടാണ് ബ്രിട്ടൻ ലോകശക്തി ആയി എന്നതിന്റെ രജത്തിന്റെ വാദം പൊളിയുകയാണ് ഇവിടെ. ഇനി അവസാനമായി ഉജ്ജയിന്റെ കാര്യം പറയാം. പുരാതന ഇന്ത്യയിൽ മൗര്യ സാമ്രാജ്യ രാജാക്കന്മാരാണ് ഉജ്ജയിൻ നഗരം സ്ഥാപിച്ചതും തലസ്ഥാനമാക്കിയതും. അവരുടെ കാലത്താണ് ഇന്ത്യയിലെ ജ്യോതിഷം മുതലായ പലതും ഉദയം കൊണ്ടതും പുഷ്ടി പ്രാപിച്ചതും. അതുകൊണ്ട് തന്നെ അന്നുള്ളവർ അവരുടെ തലസ്ഥാനമായ ഉജ്ജയിനെ അടിസ്ഥാനമാക്കിയാണ് അതെല്ലാം എഴുതിയത്. ഈ 0 ടൈം സോൺ ഇനി ഉജ്ജയിനിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാണ് രജത് പറയുന്നത്. പക്ഷേ ഉജ്ജയിൻ ലോകത്തിന്റെ 0 ടൈം സോൺ ആയി ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഓരോ രാജ്യവും തങ്ങളുടെ തലസ്ഥാനത്തെ അടിസ്ഥാന സമയരേഖയായി കണക്കാക്കി പോന്നിരുന്നു. ഫ്രാൻസ് പാരീസിനെയും ജർമ്മനി ബെർലിനെയും അടിസ്ഥാനമാക്കി വന്നതുപോലെ. അതല്ലാതെ ഉജ്ജയിന് മറ്റേതൊരു നഗരത്തെക്കാളും സവിശേഷതകൾ ഒന്നും തന്നെ പ്രത്യക്ഷമായില്ല. അതുകൊണ്ട് വിശ്വാസികളുടെ ചെലവിൽ ചുളിവിൽ ഒരു ബ്രിട്ടീഷ് ടൂർ രജിത്തും ഫാമിലിയും നടത്തി എന്നതല്ലാതെ മറ്റൊരു സംഭവവും ഈ 1ാം ഡ്യൂട്ടിയിൽ ഇല്ല. മറ്റൊരു LMRK പൊള്ളക്കഥയുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.